ഞങ്ങൾ ഉദ്യാനപാലകരായ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല എന്ന് അഭിമാനപൂർവം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മരങ്ങൾ പിന്നെയും വളർന്ന് കൂറ്റൻ വൃക്ഷങ്ങളായി ഇവരിൽ നിന്ന് പല കുറ്റിമരങ്ങളും ഇപ്പോൾ മുളപൊട്ടിയിരിക്കുന്നു. ഓരോ വൃക്ഷത്തിനും അവരുടേതായ പുരോഗതിയും വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മണ്ണിൽ നിന്ന് അവർക്ക് കിട്ടിയ സൗഹൃദത്തിൻ്റെതായ വേര് അവരെയൊക്കെ ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനിയും ഈ വൃക്ഷങ്ങൾ അവർ വാടി ഇല്ലാതാകുന്നത് വരെ ഈ വേര് അവരെ ബന്ധിപ്പിച്ചു നിർത്തുമെന്ന് ഞാൻ നിസ്സംശയം പറയുകയാണ്. ഈ സൗഹൃദമാണ് വളർന്ന മണ്ണിനോടുള്ള കൂറ് കാണിക്കാനായി ഞങ്ങളെ ഇന്ന് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെന്റ് അലോഷ്യസ് സ്കൂളിൽ ഞങ്ങൾ ചെലവഴിച്ച 6 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ അവിസ്മരണീയങ്ങളായ അധ്യായങ്ങളായിരുന്നു. ഇവിടെ നിന്ന് പടിയിറങ്ങിയതിനു ശേഷം ഞങ്ങൾ പലരും മറ്റു പല സ്ഥാപനങ്ങളിലും ഉപരിപഠനത്തിനായി പോവുകയുണ്ടായി. എന്നാൽ ആ സ്ഥാപനങ്ങളോടൊന്നും തോന്നാത്ത കൂറും സ്നേഹവും ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തോട് ഉണ്ട് എന്ന് പറയുന്നതിന് മറ്റൊരു തെളിവ് ഇന്ന് ആവശ്യമില്ല. ഇതിനുള്ള കാരണം ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹവും പരിഗണനയും ഊഷ്മളതയുമാണ്. പേടിപ്പിക്കുന്ന അപരനാമത്തിൽ പ്രസിദ്ധനായിരുന്ന പരേതനായ സിറിൽ ചേട്ടൻ മുതൽ 25 വർഷത്തിനുള്ളിൽ ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറന്മാരെ, ജോർജ് സാർ, സക്രിയ സാർ, മുരളീധരൻ സാർ, വിശ്വനാഥൻ സാർ, മെൻഡസ് സാർ തുടങ്ങിയവർക്ക് ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ നേരുകയാണ്. അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ഓരോ അധ്യാപകരോടും ഞങ്ങൾക്ക് വ്യക്തിപരമായ കടപ്പാടുണ്ട്. എന്നാൽ സമയക്കുറവും ഒരു വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ആകൃതിയിലും പ്രകൃതിയിലും കാര്യക്ഷമതയിലും എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ശ്രീ ബാസ്റ്റിൻ വില്യം സാർ. അദ്ദേഹം സ്കൂട്ടർ നിർത്തി ആ കോറിഡോറിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്ന ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ശബ്ദകോലാഹലങ്ങളെല്ലാം ഒരു നിമിഷത്തേക്ക് സൈലൻസ് മോഡിൽ പോകുന്ന ആ നിമിഷങ്ങൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്ന കാലത്ത് സ്കൂളിനുണ്ടായ പുരോഗതിയും എൻ്റെ വ്യക്തിപരമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഴുവനും അദ്ദേഹത്തിന് അതിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയുടെയും കഴിവിൻ്റെയും ആർജവത്തിൻ്റെയും ഭാഗമായിരുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. പിന്നെ ക്ലാസ് അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ ഞങ്ങളുടെ അധ്യാപകനായിരുന്നത് ക്ലാസ് ടീച്ചറായിരുന്നത് മത്യ സാറായിരുന്നു. ഏതൊരു പുതിയ സ്കൂളിലേക്കും ചെല്ലുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ടെൻഷനും ഭയവും ഞങ്ങളുടെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. എന്നാൽ മത്യ സാറിൻ്റെ സരസവും ലളിതവുമായ ക്ലാസ് എടുക്കൽ ഞങ്ങളുടെ ഈ ഭയപ്പാടിനെയൊക്കെ വളരെ വേഗത്തിൽ തന്നെ അകറ്റി നിർത്തി. ഉദാഹരണത്തിനായി ഞാൻ ഓർക്കുകയാണ്, സ്കൂളിൽ ചേരുന്ന സമയത്ത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് മൂത്രശങ്കയാണ്. പെട്ടെന്ന് പോയി മൂത്രശങ്ക. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ആദ്യത്തേതും എന്നാൽ ഏറ്റവും അമൂല്യവുമായ ഒരു സമ്മാനമായിരുന്നു അത്. 6ാം ക്ലാസ്സിലെ അധ്യാപകൻ ലുഡോയിൻ സാറായിരുന്നു.
ഒരു ക്ലാസ് റൂമിൻ്റെ 4 ചുവരുകളിൽ നിന്ന് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം ഞങ്ങൾക്കും സയൻസിനോടുള്ള താല്പര്യം വർദ്ധിക്കുവാൻ പ്രചോദനമായിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ അധ്യാപകനായിരുന്ന മെൻഡസ് അറിയുന്നില്ല. അദ്ദേഹം ശാന്തതയുടെ ഒരു അതുല്യ ഉദാഹരണമായിരുന്നു. വളരെ ലളിതമായി ക്ലാസ് എടുക്കുകയും ഒരിക്കലും ഒരു ടെൻഷൻ്റെ അന്തരീക്ഷം ക്ലാസ്സിൽ ഉണ്ടാക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. 8ാം ക്ലാസ്സിൽ ചിട്ടയുള്ളതും അച്ചടക്കമുള്ളതുമായ ഒരു പഠന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇംഗ്ലീഷ് കൈയക്ഷരം നന്നാക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്നും രാവിലെ ഞങ്ങളെ കൊണ്ട് കോപ്പി റൈറ്റ് എക്സസൈസ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് എൻ്റെ ബുക്ക് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എത്തിയതിനു ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ അതൊരു വിമാനത്തെ പോലെ പറന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ഒരു കാഴ്ച എനിക്ക് അന്ന് ഞെട്ടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സായിപ്പിൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ കൈയക്ഷരത്തെ പ്രശംസിക്കുമ്പോൾ അദ്ദേഹത്തെ ഇന്നും ഞാൻ നന്ദിപൂർവ്വം ഓർക്കാറുണ്ട്. ഒമ്പതാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഞങ്ങളുടെ അധ്യാപകനായിരുന്നു ശ്രീമാൻ ചാൾസ് സാർ. രസതന്ത്രത്തിൻ്റെ തന്ത്രങ്ങൾ ഒരു രാസ ഗവേഷണ പരിശാലയുടെ അന്തരീക്ഷം ക്ലാസ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ 6 വർഷം നീണ്ടു നിന്ന ഒരു ദീർഘദൂര ഓട്ടത്തിൻ്റെ അവസാനത്തെ ലാപ്പ് ഓടുവാൻ ഞങ്ങൾ പലർക്കും പ്രചോദനം നൽകിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് 1984 SSLC പരീക്ഷയിൽ 69 പേരിൽ 69 പേരും പാസ്സാവുകയും ഞാൻ ഉൾപ്പെടെ പലർക്കും പ്രതീക്ഷിക്കാനാവാത്ത മാർക്കുകൾ ലഭിക്കുകയും ചെയ്തത്. അതിന് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ വിദ്യാലയത്തോട് വിട പറഞ്ഞതിന് ശേഷം ഞാൻ പലവട്ടം ഇതിൻ്റെ മുന്നിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് സെൻറ്റ് അലോഷ്യസ് ഹൈസ്കൂൾ പ്രായമില്ലാത്ത ഒരു മുത്തശ്ശിയുടെ പ്രതാപത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ്. 1900 എന്ന് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമാണ് ഈ മുത്തശ്ശിയുടെ ചെറുപ്പം വിളിച്ചോതുന്നത്. എന്നാൽ സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ സ്ഥാപനം നമ്മൾ അറിയുന്നതിനേക്കാൾ വളരെ വളരെ പുരോഗതികൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ കാലത്ത് ഒരു ഹൈസ്കൂളായിരുന്ന ഈ സ്ഥാപനം ഇന്ന് കൊല്ലം പട്ടണത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. പക്ഷേ പ്രകടമായ ഒരു വ്യത്യാസം ഈ സ്കൂളിലെ സ്ത്രീ സാന്നിധ്യം തന്നെയാണ്. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത്
എൻ്റെ എങ്ങനെ പറയണം, ഒന്നും പറയാതിരിക്കുകയായിരിക്കും ഭേദം. കാരണം ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. ഞാൻ വല്ലതും സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് സംസാരിക്കും. അവർക്കും പലർക്കും അറിയാം. സാഹിത്യം വരും, കല വരും, ചിലപ്പോൾ അല്പം സാമൂഹികവും രാഷ്ട്രീയവും ഒന്നും പറയുന്നില്ല. നീണ്ട 25 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഒരു പുനഃസമാഗമം സംഘടിപ്പിക്കുവാനും അതുവഴി അന്ന് ഈ സാറിൻ്റെ വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ വളരെയധികം ആത്മനിർഭരതയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം